ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പറ്റിയും അതേപോലെ തന്നെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പറ്റിയുമാണ്. ഇപ്പം നമ്മുടെ സിലബസിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പും ടി ഫ്ലിപ്പ് ഫ്ലോപ്പും പഠിക്കാനില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു വർക്കിംഗ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ പഠിക്കാനുള്ളത് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ആ സീക്വൻഷ്യൽ സർക്യൂട്ടുകളെല്ലാം തന്നെ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും എളുപ്പമുള്ളൊരു ഡിസൈനിങ് എന്ന് പറയുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പോ അല്ലെങ്കിൽ ടി ഫ്ലിപ്പ് ഫ്ലോപ്പോ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനിങ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പും ടി ഫ്ലിപ്പ് ഫ്ലോപ്പും ജസ്റ്റ് അതിൻ്റെ ഒരു സർക്യൂട്ടും ട്രൂത്ത് ടേബിളും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വർക്കിങ്ങും അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ നോർമലി SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചിട്ടുണ്ട്. ആ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുമ്പോൾ നമുക്കറിയാം എസും ആറും ആണ് ഇൻപുട്ട്, ക്യൂവും ക്യൂ ബാറും ഔട്ട്പുട്ട്. ആ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്താലും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂവും ക്യൂ ബാറും ആയിരിക്കും. ഇൻപുട്ടിനാണ് വ്യത്യാസം വരുന്നത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എസും ആറും ആണ് ഇൻപുട്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ജെയും കെയും ആണ് ഇൻപുട്ട്. അതേപോലെ തന്നെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻപുട്ട് ഡി ആണ്. അപ്പൊ ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്കറിയാം എസും ആറും ആണ് അതിന്റെ ഇൻപുട്ട് എന്ന് നമുക്കറിയാം. ഈ എസ് എന്ന് പറയുന്ന ഇൻപുട്ടിനെ നമുക്ക് ഡി എന്ന് കൊടുക്കാം. ദെൻ ആ എസ് എന്ന് പറയുന്ന ഇൻപുട്ടിനെ നമ്മൾ നോട്ട് ചെയ്ത് ആറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടും. ഇത്രയേ ഉള്ളൂ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. എസ് എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഡി എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ആ ഡി എന്ന് പറയുന്ന ഇൻപുട്ടിനെ നോട്ട് ചെയ്ത് ആറിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഈ രീതിയിലായിരിക്കും വരിക. ഡി എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, ക്യൂവും ക്യൂ ബാറും ഔട്ട്പുട്ടാണ്, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ ഒരു ക്ലോക്ക് ഇൻപുട്ടും കാണും. പിന്നെ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഒരു നാൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യിലൊരു നാൻഡ് ഗേറ്റ് ഉണ്ട്. ആ നാൻഡ് ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടും തമ്മിൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിച്ച് ഈസ് ഈക്വൽ ടു നോട്ട് ഗേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നോട്ട് ഗേറ്റ് വരയ്ക്കുന്നതിന് പകരം ഒരു നാൻഡ് ഗേറ്റിന് രണ്ട് ഇൻപുട്ടും തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. സംഭവം ഇതിന്റെ സർക്യൂട്ട് സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാ വരുന്നത് നോക്കാം. ഈ ഒരു രീതിയിലാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ വരിക. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ക്ലോക്കും ഡിയും ആണ് ഇൻപുട്ട് ആയിട്ട് വരിക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QN-ഉം QN ബാറും ആണ്. അപ്പൊ ക്ലോക്ക് ഇൻപുട്ട് 0 ആണെങ്കിൽ ഡിയുടെ വാല്യൂ എന്ത് തന്നെയായാലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെമ്മറി സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ദെൻ ക്ലോക്ക് ഇൻപുട്ട് 1 ആണെങ്കിൽ ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ 1 കൊടുത്തു, അപ്പോൾ നമുക്ക് ഡിക്ക് അനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടും. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമ്മൾ ഇൻപുട്ട് എന്ത് കൊടുക്കുന്നു അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ ക്ലോക്ക് 1 ആണ്, ഡിക്ക് നമ്മൾ 0 എന്ന് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ഔട്ട്പുട്ട് 0 കിട്ടും. ഇനി ഡി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ 1 കൊടുത്താൽ നമുക്ക് മെയിൻ ഔട്ട്പുട്ട് 1 കിട്ടും. ഇതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത. ഇങ്ങനെയായിരിക്കും ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. ഇതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ മോഡിഫൈ ചെയ്ത ട്രൂത്ത് ടേബിൾ. മോഡിഫൈ ചെയ്ത ട്രൂത്ത് ടേബിൾ ആകുമ്പോൾ നമുക്ക് ക്ലോക്കും ഇൻപുട്ടും പിന്നെ അത് കൂടാണ്ട് QN+1 എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതായത് പ്രസന്റ് സ്റ്റേറ്റും ആണ് ഉള്ളത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ക്ലോക്ക് ഇൻപുട്ട് 0 ആണെങ്കിൽ ഡിയുടെ വാല്യൂ എന്ത് തന്നെയായാലും ഔട്ട്പുട്ട് മെമ്മറി സ്റ്റേറ്റിലായിരിക്കും. ഇപ്പൊ മെമ്മറി സ്റ്റേറ്റ് QN. ക്ലോക്ക് ഇൻപുട്ട് 1 ആണെങ്കിൽ ഡി 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. ക്ലോക്ക് ഇൻപുട്ട് 1 ആകുമ്പോൾ D1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വരും. ഇങ്ങനെയാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ട്രൂത്ത് ടേബിളും വരുന്നത്. ഇതിന്റെ വർക്കിംഗ് നിങ്ങൾ ജസ്റ്റ് ഒന്ന്
ഇൻപുട്ടും 0യും 1ഉം ഒക്കെ ഒന്ന് ഇൻപുട്ട്, അതായത് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിലും JK ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഒക്കെ ചെയ്തതുപോലെ ജസ്റ്റ് 0യും 1ഉം ഒക്കെ ഒന്ന് ഇൻപുട്ട് വാല്യൂ അപ്ലൈ ചെയ്ത് സർക്യൂട്ട് ഡയഗ്രത്തിൽ ഇൻപുട്ട് വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ട്രൂത്ത് ടേബിൾ കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ D = 0 കൊടുത്ത് ഓരോ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് വരുന്നു എന്ന രീതിയിൽ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ D = 1 കൊടുക്കുക, ഔട്ട്പുട്ട് എന്ത് വരുന്നു എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സർക്യൂട്ട് ഡയഗ്രം ട്രൂത്ത് ടേബിളും എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഇനി T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസ് പറയാം. ഓക്കെ, അപ്പൊ T ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. അതേപോലെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. J എന്ന് പറയുന്ന ഇൻപുട്ടിനെ T എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. ദെൻ അതേ ടിയെ തന്നെ കെയിലേക്കും കണക്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ. നമ്മൾ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ വരയ്ക്കുകയാണെങ്കിൽ ഈ T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് T ആണ്, പിന്നെ അത് കൂടാതെ ക്ലോക്കും ഉണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Qവും Q ബാറും ആയിരിക്കും. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും T ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാൻ ഇത്രേ ഉള്ളൂ. നമുക്കറിയാം ഇതാണ് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് J എന്ന് പറയുന്ന ഇൻപുട്ടും ഇത് K എന്ന് പറയുന്ന ഇൻപുട്ടും ആണെങ്കിൽ ആ രണ്ട് ഇൻപുട്ടും തമ്മിൽ അങ്ങ് ഷോർട്ട് ചെയ്യുക, എന്നിട്ട് T എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ഇനി അതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം T എന്ന് പറയുന്ന ഇൻപുട്ട് 1 കൊടുക്കുവാണെങ്കിൽ, T എന്ന് പറയുന്ന ഇൻപുട്ട് 1 കൊടുക്കുകയാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ്ലി എന്ത് വാല്യൂ ഉണ്ടായിരുന്നോ അത് ടോഗിൾ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. അതാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇപ്പൊ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്ലോക്കും Tയും എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് ഉണ്ട്. നമ്മളിപ്പോ കറന്റ് സ്റ്റേറ്റ് വെച്ചിട്ട് അങ്ങ് എഴുതുകയാണ്. അപ്പൊ ക്ലോക്കും Tയും Qn+1 ആണ് ഉള്ളത്. അപ്പൊ ക്ലോക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ Tയുടെ വാല്യൂ എന്ത് തന്നെ ആയാലും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മെമ്മറി സ്റ്റേറ്റ് ആയിരിക്കും. സോ Qn എന്ന് തന്നെയായിരിക്കും വരിക. ദെൻ ക്ലോക്കിന്റെ വാല്യൂ 1 വന്നു. ക്ലോക്കിന്റെ വാല്യൂ 1 വന്നു. T നമ്മൾ 0 കൊടുത്തു. T 0 കൊടുത്ത് ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് മെമ്മറി സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. സോ Qn കിട്ടും. ഇനി ക്ലോക്ക് 1 ആണ്, നമ്മൾ T1 കൊടുത്തു. Tക്ക് 1 കൊടുക്കുമ്പോഴാണ് ഇതിന്റെ അകത്ത് ടോഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന വാല്യൂ എന്താണോ അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇതാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ Jയും K എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് തമ്മിൽ ഷോർട്ട് ചെയ്ത് T എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് കൊടുത്താൽ അത് T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് മാറി. അതിന്റെ ട്രൂത്ത് ടേബിൾ ഇത്രയേ ഉള്ളൂ. ടോഗ്ലിംഗ് ആണ് ഇതിന്റെ അകത്ത് നടക്കുന്നത്. അതായത് നമ്മുടെ T എന്ന് പറയുന്ന ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ്ലി എന്ത് ഡേറ്റ ആയിരുന്നോ ഔട്ട്പുട്ടിൽ ഉണ്ടായിരുന്നത് അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. അതായത് 0 ആയിരുന്നെങ്കിൽ 1 കിട്ടും, 1 ആണെങ്കിൽ 0 കിട്ടും. ഇത്രേ ഉള്ളൂ T ഫ്ലിപ്പ് ഫ്ലോപ്പും. T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ സർക്യൂട്ട് ഉണ്ട്, ഇപ്പൊ ട്രൂത്ത് ടേബിളും ഉണ്ട്. ആ സർക്യൂട്ടിലേക്ക് T = 0 എന്നും അതേപോലെ തന്നെ T = 1 എന്നും ഇൻപുട്ട് കൊടുത്ത് ജസ്റ്റ് ഓരോ ഗേറ്റുകളുടെയും ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കിയാൽ ഇതിന്റെ വർക്കിംഗ് ഈ ഒരു രീതിയിലാണ് വരുന്നതെന്ന് മനസ്സിലാവും.